ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1635. ഇന്ന് ജൂൺ മാസം 22-ാം തീയതി 174-ാമത്തെ ദിവസത്തിലെത്തി. 12 അപ്പോസ്തലന്മാരിലൂടെ സഞ്ചരിക്കുമ്പോൾ യേശു കണ്ടെത്തിയത് എത്രമാത്രം ദുർബലരെയും സാധാരണക്കാരെയുമൊക്കെയാണ്. അവിടെ നിന്ന് അവരെ എങ്ങനെയെല്ലാം വളർത്തിയെന്നും ഉയർത്തിയെന്നും പിന്നീട് സുവിശേഷങ്ങൾ, അപ്പോസ്തല പ്രവർത്തികൾ ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തില്, വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തില് ഒരു ചെറുപ്പക്കാരൻ യേശുവിന്റെ അടുക്കൽ വരുന്നില്ലേ? മർക്കോസിന്റെ സുവിശേഷത്തിലും പ്രതിപാദിക്കുന്നുണ്ട്. അധ്യായം 19 നിത്യജീവനെ പ്രാപിപ്പാനായിട്ട്, സ്വർഗരാജ്യത്തിൽ പോകാനായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്നൊക്കെ വലിയ വലിയ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമാണ്. അവനോടുള്ള യേശുവിന്റെ മറുപടി, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാന്നുള്ളതാണ്. എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവും. പിന്നീട് നീ വന്നെന്നെ അനുഗമിക്കുകയാണ്. അവൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഇത് കേട്ട് വളരെ വിഷാദിച്ച് ദുഃഖിതനായി യേശുവിൽ നിന്ന് മടങ്ങിപ്പോയെന്നാണ് സുവിശേഷം പറയുക. അപ്പോൾ യേശു ചുറ്റും നോക്കി തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കിടക്കുന്നത് എത്രയോ പ്രയാസമാണ്. ഭൗതിക സമ്പത്താണ് ദൈവത്തിന് മീതെയുള്ളതെന്ന് കരുതുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. സമ്പത്തും വിഭവങ്ങൾക്കുമെതിരെ ക്രിസ്തു ഒന്നും പറഞ്ഞിട്ടില്ല. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് യേശു പറഞ്ഞത് ദൈവത്തിനും മീതെ, ഭൂമിയിലെ മനുഷ്യരെക്കും മീതെ, സകല ബന്ധങ്ങൾക്കും മീതെ അവൻ സ്വരൂപിച്ച അവന്റെ സമ്പത്തും വിഭവങ്ങളുമാണെന്ന് അവൻ അതിൽ ഉറച്ചുപോയതുകൊണ്ടാണ്. നീ അത് കൈവിടാതെ നിനക്ക് രക്ഷയുടെ വഴി തുറക്കുകയില്ല എന്ന് യേശു കർശനം പറയുന്നത്. എന്റെ നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലെ മനോഭാവത്തെ കാര്യമായിട്ടൊന്ന് പരിശോധിക്കണം. എങ്ങോട്ടാണോ നമ്മൾ കാര്യമായി ചാഞ്ഞു നിൽക്കുന്നത്, ഒടുവിൽ നമ്മൾ വീഴാൻ പോകുന്നതും അങ്ങോട്ട് തന്നെയാവും. സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് പ്രയാസമാണെന്ന് യേശു പറഞ്ഞത് ഈ സമ്പത്ത് കൊണ്ട് എന്തുകൊണ്ടാണ് മനുഷ്യബന്ധങ്ങളെ ഒന്നും കൂടി ബലപ്പെടുത്താനായിട്ട് കഴിയാതെ പോകുന്നത്. സമ്പത്ത് മാത്രമല്ല, പ്രാർത്ഥിക്കാനുള്ള ശേഷി പോലും നമ്മൾ നമുക്ക് വേണ്ടി മാത്രമാണ് ആ കൃപയെ വിനിയോഗിക്കുന്നെങ്കിൽ അതെങ്ങനെയാണ് ശരിയാവുക? എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. സ്വർഗസ്ഥനായ എന്റെ പിതാവെ എന്നല്ല യേശു പ്രാർത്ഥിക്കാൻ പോലും പഠിപ്പിച്ചത്, ഞങ്ങളുടെ പിതാവെന്നാണ്. അതിന്റെ അർത്ഥം ഇനി ഒരാൾക്കും ഈ ഭൂമിയിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ല. പ്രാർത്ഥിക്കുമ്പോൾ പോലും അയാള് ഒരു കൂട്ടം ആളുകളെ ഒരുമിച്ചാക്കുന്നുണ്ട്, ഞങ്ങളുടെ പിതാവ്. അങ്ങനെയൊരു കൂട്ടായ്മയിലേക്ക് നമ്മളും വിനയപൂർവ്വം ലാളിത്യത്തോടെ പ്രവേശിക്കുന്നില്ല എങ്കിൽ എങ്ങനെയാണ് ക്രിസ്തു ശിഷ്യത്വത്തിന്റെ വഴിയിൽ നമ്മൾ എത്തിച്ചേരുക? പ്രാർത്ഥനയോടുകൂടി. ആമേൻ.